നിതിൻ തോമസ് ഉണ്ട്. പത്തനംതിട്ടയിലാണ്. ഈ പത്തനംതിട്ട ജില്ലയിൽ വനമേഖലകളിൽ ഇപ്പോഴും മഴ തുടരുന്നുണ്ട്. തിരുവല്ലയുടെ പടിഞ്ഞാറൻ മേഖലകളിൽ വെള്ളക്കെട്ട് ഇപ്പോഴുമുണ്ട്. തിരുവല്ല തിരുമൂലപുരത്ത് നിന്നാണ് നിതിൻ തോമസ് നമുക്കൊപ്പം ചേരുന്നത്. നിതിൻ, ഗുഡ് മോർണിംഗ്. ഇപ്പോഴും ഈ വനമേഖലകളിൽ മഴ പെയ്യുന്നത് പത്തനംതിട്ട ജില്ലയുടെ വിവിധ ഭാഗങ്ങളിൽ ഭീഷണിയായി ഉയരാൻ സാധ്യതയുണ്ടല്ലേ? തീർച്ചയായിട്ടും അതുതന്നെയാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. ഇന്നലെയൊക്കെ നമ്മൾ ഈ വനമേഖലയിലുള്ളവരെയൊക്കെ ബന്ധപ്പെടുമ്പോൾ അവർ പറയുന്ന ഒരു കാര്യം എന്ന് പറയുന്നത് ഇടവിട്ട് ശക്തിയായി തന്നെ മഴ പെയ്യുന്നുണ്ടെന്നാണ്. നമ്മൾ തിരുവല്ല നഗരത്തിലേക്ക് എത്തിയപ്പോഴും നഗരത്തിലാണെങ്കിലും ഇടവിട്ട് ശക്തിയായി തന്നെ മഴ പെയ്യുന്നുണ്ട്. തിരുവല്ലയുടെ പടിഞ്ഞാറൻ മേഖലകളകപ്പാടെ വെള്ളക്കെട്ടിലാണ് ഇപ്പോൾ നിലവിലും. എന്നാൽ തിരുവല്ലയുടെ കിഴക്കൻ മേഖലകളിൽ നിന്ന് പതിയെ വെള്ളം ഇറങ്ങി തുടങ്ങിയിട്ടുണ്ട്. നമ്മളിപ്പോൾ നിൽക്കുന്നത് തിരുമൂലപുരത്തെ സെൻറ് തോമസ് സ്കൂളിനുള്ളിൽ പ്രവർത്തിക്കുന്ന ദുരിതാശ്വാസ ക്യാമ്പിലാണ്. ഇവിടെ 32 കുടുംബങ്ങളാണ് ുള്ളത്. ഈ കുടുംബങ്ങളിലൊക്കെ തന്നെ ആളുകൾ അവരുടെ വീട് വിട്ട് ഇവിടേക്ക് വന്ന് താമസിക്കുകയാണ് നിലവിൽ. എന്തായാലും ഇവിടെ ചേച്ചിമാരൊക്കെ രാവിലെ ഭക്ഷണം ഉണ്ടാക്കുകയാണ്. അവരെ നമ്മളെപ്പോഴും ഇങ്ങനെ ബുദ്ധിമുട്ടിക്കാൻ പാടില്ല. എന്നാലും അവർക്ക് കൃത്യമായ സൗകര്യങ്ങളൊക്കെ ലഭിക്കുന്നുണ്ടോ നമ്മൾ അന്വേഷിച്ചറിയണമല്ലോ. ചേച്ചി, എന്താ രാവിലെ പരിപാടി? സവോളായിരിക്കുന്നു കാപ്പിക്ക് വേണ്ടി. സാമ്പാറിന് എന്താ ഉണ്ടാക്കുന്നത്? സാമ്പാറും ഇഡ്ഡലി കൊണ്ടുവരുമെന്ന് പറഞ്ഞു. സാമ്പാർ ഉണ്ടാക്കും. സാമ്പാർ. നിങ്ങളിവിടെ എത്ര കുടുംബമുണ്ട്? 32. എല്ലാവരും സൗകര്യങ്ങളൊക്കെ ഉണ്ട്. എല്ലാവരും എല്ലാ സൗകര്യങ്ങളും ചെയ്തു തരുന്നുണ്ട്. നിങ്ങൾ എവിടെ ഉണ്ടായിരുന്നവരാ അമ്മച്ചി? ഈ സെന്റ് തോമസിന് താഴെ മംഗലശ്ശേരി. മംഗലശ്ശേരി. മൊത്തം വെള്ളം വരെയെല്ലാം മുങ്ങിയിരിക്കുക. ഒന്നും അറിയത്തില്ല. സാധാരണ ഞങ്ങൾ 3 ദിവസം 4 ദിവസം കൂടി ഇരിക്കുമ്പോൾ പോവും. ഇന്നിപ്പോൾ 5 ദിവസം ആയില്ലേ. ശനിയാഴ്ച വെള്ളം കയറിയതാ. അതുകൊണ്ട് അങ്ങനെ പോകാൻ. ശനിയാഴ്ച ഇവരുടെ വീടുകളുടെ ഭാഗത്ത് വെള്ളം കയറിയതാണ്. അതിനുശേഷമാണ് അവരെ ഇങ്ങോട്ട് ദുരിതാശ്വാസ ക്യാമ്പിലേക്ക് മാറ്റിയത്. എന്തായാലും ഇവിടെ കൃത്യമായ സൗകര്യങ്ങളൊക്കെ ലഭിക്കുന്നുണ്ട് എന്നാണ് അവർ തന്നെ നമ്മളോട് പറയുന്നത്. ഇപ്പോൾ ഇവിടെ രാവിലെ സ്ഥിതിഗതികളൊക്കെ വിലയിരുത്താനും എല്ലാത്തിനുമായിട്ട് MLAയും ഇവിടേക്ക് എത്തിച്ചേർന്നിട്ടുണ്ട്. MLA, നിലവിലെ തിരുവല്ലയിലെ സാഹചര്യം എങ്ങനെയാണ്? ഇപ്പോൾ നിങ്ങൾ കാണുന്നില്ലേ, ഇപ്പോഴും മഴ പെയ്തുകൊണ്ടിരിക്കുകയാണ്. ഇത് മറ്റ് സ്ഥലങ്ങളിൽ നിന്ന് വെള്ളം ഇറങ്ങി തിരുവല്ലായി വന്നിട്ട് ഞാൻ എപ്പോഴും ഞങ്ങൾ കാണുന്നതാണ്. 2-3 ദിവസം ഇവിടെ വെള്ളം നിൽക്കും. ഇപ്പം വെള്ളവും ചെളിയും വന്ന് നിൽക്കുന്ന സ്ഥിതിയിലേക്കാണ്. പല പ്രദേശത്തോട്ടും ഞങ്ങൾക്ക് പോലും ദുരിതാശ്വാസ പ്രവർത്തനം പോകാനൊക്കെ സ്ഥിതിയാണ്. തിരുവല്ലയിലെ പ്രധാനപ്പെട്ട ക്യാമ്പ് ദേവസ്വം ബോർഡ് സ്കൂളിലെ ക്യാമ്പിൽ പോലും വെള്ളം കയറി. ഇന്നലെ രാത്രി 400 പേരുടെ ക്യാമ്പാണ് MGM ഹയർ സെക്കൻഡറി സ്കൂളിൽ. അവരെ നമുക്ക് ഒരിക്കലും ഒന്നിച്ചവിടെ പാർപ്പിക്കാൻ പറ്റത്തില്ല. രാത്രി വളരെ വൈകി ഞങ്ങൾ അവിടെ നിന്ന് മാറ്റി. അതുപോലെ രാത്രി പെട്ടെന്ന് ക്യാമ്പുകളിലേക്ക് ആൾ വരുമ്പോൾ ഭക്ഷണ ക്രമീകരണങ്ങൾക്ക് വലിയ ബുദ്ധിമുട്ട് നേരിടുന്നുണ്ട്. എങ്കിലും സന്നദ്ധ സംഘടന ഇന്നലെ രാത്രിയിൽ 250 പേരെ ഭക്ഷണവുമായി ഓർത്തഡോക്സ് യുവജന പ്രസ്ഥാനം കോട്ടയത്ത് മാർ ദിയാസ് കോറസ് തിരുമേനിയുടെ നേതൃത്വത്തിൽ ദുരിതാശ്വാസ നടത്തി. അങ്ങനെ ഒരു വലിയ ഞങ്ങളൊരു മൂവ്മെൻറ്റ് MLA റിലീഫിൻ്റെ ഭാഗമായി നടത്തുന്നത് കൊണ്ടാണ് ഈ ക്യാമ്പുകളിൽ യഥാസമയത്ത് സാധനങ്ങൾ എത്തിക്കാൻ പറ്റുന്നത്. സർക്കാർ ഇന്നലെ മുഖ്യമന്ത്രി സന്ദർശിച്ച ക്യാമ്പാണ് ഇവിടത്. ഈ പ്രദേശം മുഴുവൻ വെള്ളത്താൽ ചുറ്റപ്പെട്ട് ഇവർ വരുന്നതെല്ലാം വെള്ളത്താൽ ചുറ്റപ്പെട്ട് കിടക്കുകയാണ്. ഇവരോടൊപ്പം ഞങ്ങൾ ജനപ്രതിനിധികൾ എല്ലാം നിൽക്കുകയാണ്. ഇത് കഴിഞ്ഞ് ഒറ്റപ്പെട്ട് കിടക്കുന്ന സ്ഥലമുണ്ട്, നിരണം, കൊമ്പങ്കേരി, തേവേരി പ്രദേശത്തേക്ക് ഞങ്ങൾ പോവുകയാണ്. അവിടെ ടോറസിൽ മാത്രമേ എത്താൻ കഴിയുകയുള്ളൂ. ഈ കോരിച്ചൊരിയുന്ന മഴ നിൽക്കാതെ നമുക്ക് എന്ന് ക്യാമ്പ് നടത്താൻ പറ്റുമെന്ന് പോലും അറിയാനൊക്കെ സ്ഥിതിയിലാണ്. ക്യാമ്പ് ദീർഘിപ്പിച്ചു പോകുന്ന സ്ഥിതിയാണ് ഇപ്പോഴുള്ളത്. നമ്മുടെ തിരുവല്ല എന്ന് പറയുന്നത് എവിടെ മഴ പെയ്താലും ഏറ്റവും അവസാനം വന്നു ചേരുന്നത് തിരുവല്ലയിലാണ്. ഇതിനൊരു ശാശ്വത പരിഹാരം, അല്ലെങ്കിൽ തിരുവല്ല നഗരത്തിലെ ഒരു വെള്ളക്കെട്ടിന് ശാശ്വത പരിഹാരത്തിന് എന്തെങ്കിലും നമുക്ക് സാധിക്കുമോ? ഇതിൻ്റെ പരിഹാരം തിരുവല്ലയിൽ നല്ല തുടങ്ങേണ്ടത്. നമ്മുടെ പമ്പ, മൂഴിയാറ് ഡാമുകളിൽ നിന്നും മണ്ണ് മാറ്റി ഡാമിൻ്റെ ആഴം വർദ്ധിപ്പിക്കണം. ഡാമിൻ്റെ ആഴം വർദ്ധിപ്പിച്ചെങ്കിൽ മാത്രമേ ഈ പ്രശ്നങ്ങൾക്ക് പരിഹാരം. അതുപോലെ തന്നെ നദികളിൽ നിന്ന് മണ്ണ് മാറ്റിയിട്ട് കാലങ്ങളെ 1 ദശാബ്ദക്കാലത്തിനപ്പുറത്തായി നദികളിൽ നിന്ന് മണ്ണ് മാറ്റി നദികൾ ഡീപ്പൻ ചെയ്യണം. ഇപ്പം നല്ല മഴ പെയ്താൽ ആറ്റിലെ വെള്ളം പോകുന്ന സ്ഥിതിയാണ്. അതുപോലെ തോടുകളുടെ ശുചീകരണം, അതിനൊക്കെ വളരെ തുച്ഛമായ തുക മാത്രമേ കാലാകാലങ്ങളിലെ ഗവൺമെൻറ് വകയിരുത്തുന്നുള്ളൂ. അതുകൊണ്ട് തോടുകളുടെ ശുചീകരണം, തോടുകളിൽ നീരൊഴുക്കുണ്ടാവണം. തോടുകളിൽ കൂടി വെള്ളം ഒഴുകി കൈവഴിയിൽ കൂടി ആറിലെത്തണം. ഇവിടുത്തെ പ്രശ്നം തോടുകൾ മുഴുവൻ മലിനമായി മൂടിക്കിടക്കുകയാണ്. തോടുകൾ മുഴുവൻ പോള പിടിച്ച് കിടക്കുകയാണ്. ഇവിടുന്ന് വെള്ളം ഒഴുകി അപ്പർക്കുട്ടനാട്ടിലൂടി ഇത് വെമ്പനാട് കായലിലേക്ക് പോകേണ്ടതാണ്. അതിന് സമയമെടുക്കുന്നു എന്നുള്ളതാണ്. വെള്ളം വന്ന് ഇവിടെ കെട്ടിക്കിടക്കുന്നതാണ് ഇവിടുത്തെ അടിസ്ഥാനപരമായ പ്രശ്നം. വെള്ളക്കെട്ടിൻ്റെ പ്രധാനപ്പെട്ട കാരണം ഞാൻ സൂചിപ്പിച്ചതുപോലെ ഡാമുകളിലെ മണ്ണിൻ്റെയും ചെളിയുടെയും നിരപ്പുണ്ട്. ഡാമുകളിൽ നിന്ന് അടിയന്തരമായി അത് മാറ്റണം. അത് ഡിസാസ്റ്റർ മാനേജ്മെൻറ്റിൻ്റെ ഭാഗമാണ്. ഇതിനെ മുഖ്യമന്ത്രിയുടെ ശ്രദ്ധപ്പെടുത്തി മുഖ്യമന്ത്രി എന്തായാലും ഒക്കെ തീരുമാനം ഉണ്ടാകുമെന്ന് പ്രതീക്ഷിക്കുകയാണ്. അതുപോലെ പമ്പയും മണിമലയും അച്ചൻകോവിൽ ഈ ആറുകളെല്ലാം മണൽ മാറ്റിയിട്ട് 1.5 ദശാബ്ദക്കാരുടെ അടുത്താകുകയാണ്. അടിയന്തരമായി ആറുകളുടെ മണ്ണ് മാറ്റി ഈ ആറുകളെ ഡീപ്പൺ ചെയ്യണം, നദികൾ ഡീപ്പൺ ചെയ്യണം.
എങ്കിൽ മാത്രമേ പെട്ടെന്നുള്ള വെള്ളപ്പൊക്കത്തെ രക്ഷിക്കാനുള്ളൂ. ഇത് ഈ നാടിൻ്റെ ഒരു വലിയ ദുരിതമായിട്ട് മാറുകയാണ്. ഈ പ്രദേശത്ത് വെള്ളം നടക്കേണ്ടത് ഞാൻ മുമ്പ് സൂചിപ്പിച്ചതുപോലെ നമ്മുടെ നീർച്ചാലുകൾ, ഞങ്ങളെ തോടുകൾ, പോളകൾ വാരി ശുചീകരിച്ച് അത് എത്രയും പെട്ടെന്ന് ജലത്തിൻ്റെ ഒരു ആഗമന നിഗമന മാർഗം ഉണ്ടാക്കേണ്ടിയിരിക്കുന്നു. എങ്കിൽ മാത്രമേ മുഖ്യ നദിയിലേക്ക് വെള്ളം ഒഴുകി ചേരുകയുള്ളൂ. അങ്ങനെ മാത്രമേ ഇതിനൊരു ശാശ്വത കാര്യമാണ് MLA പറയുന്നത്. നാട്ടുകാരും ഇത് തന്നെ കുറേ ദിവസമായി ആവശ്യപ്പെടുന്നതും അഭിപ്രായപ്പെടുന്നതുമായ കാര്യമാണ്. നമുക്കും അറിയാം, പുഴകളിലും നദികളിലും മറ്റും മണൽ കൂനകൾ രൂപപ്പെട്ട് വെള്ളം ഒഴുകിപ്പോകുന്നതിന് തടസ്സമുണ്ടാകുന്നുണ്ട്. ഇതിൽ എത്രയും പെട്ടെന്നൊരു മാറ്റം എന്നതാണ് MLAയും പറയുന്നത്.